ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാതെ നിങ്ങൾ മെഡിസിൻ വാങ്ങാറുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? ഇത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഫ്ലൈറ്റിന് പോകുന്നത് പോലെയാണ്. ശരിയായിട്ടുള്ള സൊല്യൂഷൻസ് അറിയാതെ കൂടുതൽ റിട്ടേൺസ് മാത്രം നോക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും വലിയ തെറ്റാകുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ പലരിലും കണ്ടുവരുന്ന ഒരു വലിയ തെറ്റ് ഇതാണ്. അതായത് ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാവും. അതായത് 3 വർഷത്തിനുള്ളിലേക്ക് വരുന്ന ഗോൾസ്. ഫോർ എക്സാമ്പിൾ ഹയർ എഡ്യൂക്കേഷൻ പ്ലാനിങ്, ചിൽഡ്രൻ മാരേജ് ഫണ്ടിങ്, അതുപോലെയൊക്കെയുള്ള ഗോൾസിനായിട്ട് ഇവരെന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ എന്ത് പറ്റും? ഈ ഫൈനാൻഷ്യൽ ഗോൾസ് നിറവേറ്റാൻ പറ്റാതെയാവും. പകരം എന്ത് ചെയ്യേണ്ടവർക്ക് ലോൺ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ പ്രശ്നം ഇൻവെസ്റ്റ്മെന്റ് അല്ല, അതിന്റെ പർപ്പസ് അറിയാത്തതാണ്. ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്ന നിലയിൽ ഞാൻ ആദ്യം തന്നെ ഒരു പ്രൊഡക്റ്റ് അല്ല പറഞ്ഞു തുടങ്ങാറ്. ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് ഫോർകാസ്റ്റ് ചെയ്ത് തരട്ടെ എന്നാണ് ചോദിക്കാറ്. നിലവിലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ആ ഗോൾസ് നിറവേറ്റാനായിട്ട് മതിയാകോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. അതായത് ഒരു ഗ്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ അസസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ബജറ്റ്, അഫോർഡബിലിറ്റി, കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ എന്നിവയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അതിനുശേഷം മാത്രമാണ് ഞാൻ ഏത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ₹1 പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിംഗ് റിപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണ്, എപ്പോഴാണ് നിങ്ങൾക്ക് ക്യാഷ് വേണ്ടത്, ഫൈനാൻഷ്യൽ ഗോൾസ് തമ്മിൽ എത്ര ഗ്യാപ്സ് ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതായത് ഡയഗ്നോസിസ് ഇല്ലാതെ മെഡിസിൻ തിരഞ്ഞെടുക്കരുത്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം ഫൈനാൻഷ്യൽ പ്ലാനിംഗ് റിപ്പോർട്ട് സൗജന്യമായിട്ട് തയ്യാറാക്കാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഫിസ്കോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യം പ്ലാൻ ചെയ്യൂ, പിന്നെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ.